ടു ജാസ്മിഷ് താങ്ക്സ്. ഇന്നത്തെ വ്ളോഗ് ഞാനും ബിനിയും കൂടി ഷോപ്പിങ്ങിന് പോയതും പിന്നെ ഞങ്ങൾ സലോണിൽ പോയതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. ഞാൻ കാക്കനാടുള്ള വെസ്റ്റ് സൈഡിലാണ് ഞങ്ങൾ ആദ്യം ചെന്നത്. അപ്പോൾ അവിടെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബിനി ഇടുന്ന എല്ലാ ഡ്രസ്സുകളും ഞാനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എന്തിനാ എന്നെ കൊണ്ടുപോകണത്, ഡ്രസ്സ് തനിയെ എടുത്തോടെയെന്ന്. അപ്പോൾ പറയും, നീയല്ലേ എന്നെ നന്നായിട്ട് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണത് നീ ആയിരിക്കുമല്ലോ, അപ്പോൾ നീ നല്ലതേ സെലക്ട് ചെയ്യുള്ളൂ എന്നറിയാം, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് പറയും എൻ്റെ അടുത്ത്. പക്ഷെ അതൊന്നുമല്ല കാര്യമെന്ന് എനിക്കറിയാം. ബിനി എങ്ങാനും എടുത്തിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ അതെന്തിനാ കൊള്ളാം, അത് ശരിയായില്ല, ഫിറ്റ് ശരിയായില്ല, കളറ് ഇഷ്ടമല്ല. അപ്പോൾ അത് കേൾക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ തന്നെ കൂടെ പോകണ്ടേ, അതിനെ എന്നെ കൊണ്ടുപോകണത് കൂടെ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഷോപ്സിൽ സ്റ്റുഡിയോയും വെസ്റ്റ് സൈഡും H&M ബാക്കി കുറേ ഇങ്ങനത്തെ ട്രെൻഡി ഷോപ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടും ട്രെൻഡി ആയിട്ടും ഇപ്പോൾ ന്യൂ സ്റ്റൈൽസൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെസ്റ്റ് സൈഡിലാണ് നമുക്ക് വളരെ അഫോർഡബിളായ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഡ്രസ്സസും മറ്റ് ഹോം ഡെക്കേഴ്സ് എല്ലാം അവൈലബിൾ ആണ്.
സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. പിന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ശ്രീ മുരുക കഫേ, അവിടുത്തെ പഴംപൊരിയും ബീഫുമാണ് ഫേമസ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ പഴംപൊരി രാത്രി 10 മണി വരെ ഉണ്ട്, പഴംപൊരിയും ബീഫും. അപ്പോൾ ആ സമയത്ത് പഴംപൊരി കഴിക്കണ ശരിയല്ല എന്നുള്ളൊരു എനിക്ക് എന്തോ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് പഴംപൊരി ഒരെണ്ണം മേടിച്ചു. പിന്നെ ബീഫ് കറിയും ബിനി ഫ്രൈഡ് റൈസും ആണ് കഴിച്ചത്. ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം ടാസോനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സലോണിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഹെയർ കട്ടിങ്ങിന്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ഫ്രഷായി റെഡിയായി. സീനായി. ഇനി അത് എടുക്കാനുള്ള ഒരു ഒറ്റ മൈൻഡേ ഉള്ളവർക്ക് ഇരിക്കണം. നോക്കി എങ്ങനെ ഇരിക്കട അവിടെ ഒട്ടിക്കി. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മുടി വെട്ടിക്കാൻ ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ് ഇപ്പോൾ 3 പേരും മുടി വെട്ടുന്നതും ബിനി ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ അവിടെ തന്നെയാണ്. ഞങ്ങളൊന്നും ഫേഷ്യൽ ചെയ്യാറില്ല, ബിനി മാത്രം ഫേഷ്യൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു തിരക്കാണ്, കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വന്നോളാൻ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് ചെയ്യുന്നു. ട്രൈബാണല്ലോ ഇപ്പം നമ്മുടെ മെയിൻ പ്ലേസ്. അങ്ങനെ ഞങ്ങൾ ട്രൈബിലെത്തി. അപ്പോൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹെയർ വാഷിങ്ങിന് വിളിച്ചു. എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന അടുത്തോട്ട് വന്ന് ബിനി എന്നെ കളിയാക്കുകയാണ്. ഐശ്വര്യ റായ് അങ്ങനെയെങ്കിലും കുളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ യൂണിഫോമും ബ്ലാക്കാണ്, ബിനി ഇട്ടിട്ട് വന്ന ടീഷർട്ടും ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിനി ഇവിടെ ജോലിക്ക് നിന്നോ, എല്ലാവരും ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ജോലിക്ക് നിന്നോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾസ് ഇറക്കുകയാണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന കുട്ടി ഭയങ്കര ചിരിയാണ്. അപ്പോൾ അതിനോട് പേരും വീടൊക്കെ എവിടെയെന്ന് ബിനി ചോദിക്കുക. ഞാനപ്പോൾ പറയുന്നുണ്ട് ഓവറാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹെയർ കട്ടിന് അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ട്രൈബിൽ ചെല്ലുന്നതുകൊണ്ട് അവിടുത്തെ ഏകദേശം എല്ലാവരുടെയും പേരൊക്കെ അറിയാം, എല്ലാവരുമായിട്ട് പരിചയമായി. ഇതിപ്പോൾ ഇന്ന് എൻ്റെ മുടി വെട്ടുന്നത് ജാവേദ് സൽമാൻ എന്ന് പറഞ്ഞ ബയ്യ ആണ്. അപ്പോൾ ബയ്യാനോടത്ത് എനിക്ക് എങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ കുറേ പണിപ്പെട്ടെങ്കിലും പുള്ളി പറഞ്ഞു ഫേസിന് ചേർന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെദർ കട്ട് പ്ലസ് കർട്ടൻ ബാങ്ക്സ് അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് മുടിവെട്ടൽ കഴിയും ഇവരുടെ. അപ്പോൾ അങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് അപ്പുറത്ത് ബിനിയുടെ കസിൻ
ബിനിയുടെ അച്ഛൻ്റെ അനിയൻ്റെ മോള് മുടി വെട്ടാൻ വേണ്ടി വന്നിരുന്നത്. അപ്പം ഞാൻ മിററിൽ കൂടിയാണ് അവളെ കണ്ടത്. അപ്പം ഞാൻ ബിനിയുടെ അടുത്ത് പറഞ്ഞു, ബിനി ദേവിക ഉണ്ട് അപ്പുറത്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബിനി സംസാരിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുകയാണ്. മുടി വെട്ടി കഴിഞ്ഞു. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക, ഹസ്ബൻഡിനോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ബിനി എൻകറേജ് ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നേരെ സലൂണിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോന്നു. ഇറങ്ങിയപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി പറയാണ്. തുടർന്നും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്